ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് ഹൈദരാബാദി സ്പെഷ്യൽ ബഗാര റൈസാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഏത് കറിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റൈസാണ്. ചിക്കൻ കറി, മട്ടൻ കറി, അതുപോലെ തന്നെ മുട്ടക്കറി, ഏത് കറിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റൈസാണ്. ഇവിടുത്തെ കല്യാണങ്ങളിലും അതുപോലെ തന്നെ ഫംഗ്ഷനിലൊക്കെ വിളമ്പുന്ന ഒരു പ്രത്യേക റൈസാണിത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് ബസ്മതി റൈസ് കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, പുതിനയില ആവശ്യമുണ്ട്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. ഇത് ഷാജിര ജീരകമാണ്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. 2 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു 3-4 ഗ്രാമ്പൂ, ഒരു കഷ്ണം പട്ട, കുറച്ച് കുരുമുളക്, അതുപോലെ തന്നെ 2 ഏലക്ക, ഒരു 2 ബേ ലീഫ്, നമ്മുടെ വഷണയില. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കുക്കർ എടുത്തു. ആ കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് എടുത്തു വെച്ച പട്ട ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഗ്രാമ്പൂ, ഏലക്ക, വഷണയില, കുരുമുളക് അതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഷാജിര ജീരകം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതില്ലെങ്കിൽ സാധാരണ ജീരകം കുറച്ച് ചേർത്താലും മതി. ഇനിയും എടുത്തു വെച്ച സവോള കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോള നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വാടി വരണം. അതുവരേക്ക് നമുക്ക് ഇളക്കി കൊടുക്കണം. ഇനി എടുത്തു വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഈ സമയം ചേർത്ത് കൊടുക്കുന്നു. വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെയൊക്കെ ഒന്ന് പച്ചപ്പൊന്ന് മാറ്റിയെടുക്കണം. നമ്മൾ എടുത്തു വെച്ച മല്ലിയില, പുതിനയില അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചപ്പൊന്ന് മാറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ആ ഒരു കണക്കിലാണ് വെള്ളം ഒഴിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ നല്ലതുപോലെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ എടുത്തു വെച്ച നമ്മളുടെ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ വീണ്ടും ഇളക്കി കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് കുക്കർ ഒന്ന് അടച്ചു കൊടുക്കാം. കുക്കർ അടച്ച് ഒരു 2 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് വേകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ 2 വിസിൽ കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ പറ്റി നല്ലതുപോലെ ചോറ് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബഗാര റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മുട്ടക്കറിയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
ഏതെങ്കിലും ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കാൻ വളരെ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം.